ശ്രീ റെജിയാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ റെജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ശുദ്ധമായ പെട്രോളിന് വേണ്ടി ഒരു പുതിയ കൂട്ടായ്മ E20 ജനതാ പാർട്ടി എന്ന പേരിൽ തുടങ്ങുന്നു? ക്രോക്രോച്ച് ജനതാ ആദ്യം തന്നെ പാർട്ടിയുടെ ഒരു വിജയം കണ്ടിട്ടായിരിക്കും അത്തരം ഒരു മൂവ്മെന്റ് തുടങ്ങുന്നത്. അതിനെ ഇത് എങ്ങനെ കാണുന്നു അവരുടെ ആവശ്യത്തെ? ഈ കാര്യം പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് തട്ടത്തക്ക രീതി അവതരിപ്പിച്ച കിരണിനെ ആദ്യം അഭിനന്ദിക്കുന്നു. പിന്നെ കാര്യത്തിലേക്ക് വരാം. ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇതുവരെ നടന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമര പരമ്പരകൾക്ക് ഒരു പുതിയ സംസ്കാരം ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് കാണുന്നത്. അതായത് ഈ ചെറുപ്പക്കാര് നിന്ന് തല്ലുകൊള്ളുക, അവർ യാതൊരുവിധ പ്രകോപനങ്ങളും ഇല്ല, എങ്ങും കത്തിക്കാനും പോയില്ല, ട്രെയിൻ മറിക്കാൻ പോയില്ല, ഒന്നുമില്ല. അത് ഗവൺമെന്റ് പോലും പറയുന്നില്ല. അപ്പം ഒരു പുതിയ സംസ്കാരം ഇന്ത്യയിൽ ഉടലെടുത്തിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഭരണാധികാരികൾ ചെയ്തതുപോലെ ദൈവങ്ങളുടെ ഒന്നും പൂജിച്ചോ പ്രതിഷ്ഠ സ്ഥാപിച്ചിട്ടൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒന്നും നേടാൻ പറ്റില്ല. ജനകീയ വിഷയങ്ങൾ കാലാകാലങ്ങളായി മുന്നോട്ട് വന്നിരിക്കുന്നതിന്റെ പരിണത ഫലമാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ വിജയം. ആ സമരഭടന്മാരെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ്. രാഷ്ട്രീയപരമായിട്ടൊന്നും ഞാൻ പോകുന്നില്ല. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശരി, വളരെ വ്യക്തവും കൃത്യവുമാണ് റെജിയുടെ അഭിപ്രായം. ശ്രീ മണികണ്ഠനാണ് മലപ്പുറത്ത് നിന്ന്. ശ്രീ മണികണ്ഠൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഞാൻ പറയുന്നത്, നമ്മളെ ഈ നാടിന് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഈ 12 വർഷമായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഈ ജനാധിപത്യ പ്രശ്നങ്ങളും പിന്നെ ഈ വർഗീയത ഒക്കെ വിളമ്പണ പിന്നെ മാത്രകളാണല്ലോ ഇപ്പൊ നിങ്ങള്. എന്താണ് ഈ 12 വർഷമായിട്ട് നമ്മുടെ പിന്നെ ഈ രാജ്യത്ത് ഒരു വർഗീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്? രാജ്യം വികസനത്തിലും വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്, മുന്നോട്ട് പോയിട്ടിരിക്കുക. നമ്മുടെ GDP ആയാലും മറ്റുള്ള എല്ലാ കാര്യത്തിലും പിന്നെ നമ്മുടെ ഭരണാധികാരികൾ അത്രയും മികച്ച രീതിയിൽ പോവാ. അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും പിന്നെ മറ്റുള്ള നമ്മളെ ഈ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ചെയ്ത പോലെ അത് അട്ടിമറിക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ജനസി ഇറക്കിയിട്ട്. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ മണികണ്ഠൻ്റെ അഭിപ്രായം. ശ്രീ പ്രദീപാണ്, ന്യൂയോർക്കിൽ നിന്നാണ്. ശ്രീ പ്രദീപ്, താങ്കൾ ലോകത്തെ വിവിധ രാജ്യങ്ങളിലും ആ രാജ്യത്തെ പ്രക്ഷോഭങ്ങളുമൊക്കെ കണ്ടിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ കൂടി ചോദിക്കുകയാണ്. ലോകത്ത് പല പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും ഇത്തരം യുവജന പ്രക്ഷോഭങ്ങൾ വന്ന വമ്പൻ മാറ്റങ്ങൾ, വിപ്ലവങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലും സമാനമായ രീതിയിലേക്ക് ഒരു യുവജന പ്രക്ഷോഭം വരുന്നു. അവരുടെ ആവശ്യങ്ങൾ അവസാനം അംഗീകരിക്കേണ്ടി വരുന്നു. ഇപ്പോൾ പുതിയൊരു മൂവ്മെൻറ്റ്, എത്തനോൾ കലർത്തിയ പെട്രോൾ വിൽക്കുന്നതിന് പകരം ശുദ്ധമായ പെട്രോൾ വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നു. എങ്ങനെയാണ് താങ്കൾ ആ കൂട്ടായ്മയെ കാണുന്നത്? നമസ്കാരം പ്രദീപ്. എനിക്ക് തോന്നുന്നത് ഇനി തൊട്ടതിനും പിടിച്ചതിനെല്ലാം പ്രക്ഷോഭങ്ങള് 20 ജെൻസി 30 ജെൻസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. കാരണം ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഒരു കണക്കിന് ഞാൻ കൂടെ ആവശ്യപ്പെട്ട കാര്യമാണ്. ആദ്യമേ ആ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ അലിഗേഷൻ വന്നപ്പോൾ, ആ ഒരു വലിയ കുട്ടികളുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ളൊരു അന്വേഷണം അല്ലെങ്കിൽ പുതിയൊരു ആളെ കൊണ്ടുവരണമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഈ പാറ്റയ്ക്കും പല്ലിക്കും പഴുതാരിക്കൊന്നും ഇതേപോലെ കയറി വരുവാനുള്ളൊരു അവസരം ഒഴിവാക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ല മിസ്റ്റർ കിരൺ, ഇതിന്റെ പുറകില് പല്ലി പഴുതാരെന്നൊക്കെ താങ്കളെ ഒരു ചെറിയ പുച്ഛസ്വരത്തിൽ പറയുമ്പോൾ, ആ പാറ്റകൾ തീരുമാനിച്ച് ഒരു ഭരണകൂടത്തെ മറ്റ് വലിയ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും കഴിയാത്ത രീതിയിലേക്ക് വരച്ച വരയിൽ കൊണ്ടുവന്ന് നിർത്തിയ കുട്ടികളാണ് പാറ്റകൾ. അതെ, അത് മോശമൊന്നുമല്ല. ഇപ്പൊ നമ്മുടെ കഞ്ഞി തന്നെ പാറ്റ വേണം, നമ്മൾ എന്തെല്ലാം കഞ്ഞി കുടിക്കൂലല്ലോ, കളയുമല്ലോ. അത്രയല്ല, നമ്മൾ എന്തായാലും കുടിക്കാൻ. പാറ്റകളുടേതാണ് ഈ രാജ്യം എന്നത് താങ്കൾ ആലോചിക്കണം. അതെ, കൂറകൾ വളരെ വൃത്തികെട്ട സാധനങ്ങളാ. പക്ഷെ അവരുടേതാണ് ഈ രാജ്യം, അവരുടെ കൂടിയാണ്, അവരാണ് ഈ രാജ്യത്തിന്റെ ഭാവി. നോ നോട്ട് ഓൺലി ദം, എവരിബഡി. നിങ്ങളും ഞാനും കൂടെ ചേർന്നതാ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനും നിങ്ങളും ഒക്കെ പ്രതികരിക്കാതിരിക്കുന്ന ഘട്ടത്തിൽ പ്രതികരണത്തിന്റെ ഉശ്രൻ സ്വരവുമായി രംഗത്തിറങ്ങുകയും ഒരു ഭരണകൂടത്തെ തന്നെ തിരുത്തുകയും ചെയ്യുന്ന അത്തരം പാറ്റകളിൽ സ്വാഭാവികമായും ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനതയ്ക്ക് വലിയ പ്രതീക്ഷയോടുകൂടി കാണും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് അവർക്ക് രാഷ്ട്രീയ ഭേദമന്യേ ഒരു രാഷ്ട്രീയത്തിലും പെടാത്ത ആളുകളടക്കം പിന്തുണയുമായി എത്തിയത്. രാഷ്ട്രീയം ഇല്ലാതിരിക്കണം എന്ന് പറയണത് തെറ്റല്ലേ? രാഷ്ട്രീയം വേണം, ആരും പറഞ്ഞില്ല ഇല്ലാതിരിക്കണം എന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ രാഷ്ട്രീയ ഭേദമന്യേ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പെടുന്ന ആളുകൾ ഒരുമിച്ച് നിന്ന് അവർക്ക് പിന്തുണ കൊടുക്കാനുള്ള കാരണം, അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തകരല്ലാത്തവർ, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരോടൊന്നും ഒരു താല്പര്യമില്ലാത്ത ആളുകൾ അടക്കം വന്ന് അവർക്ക് പിന്തുണ കൊടുക്കാനുള്ള കാരണം എന്താണ്? എനിക്കും നിങ്ങൾക്കും അനീതി ബോധ്യപ്പെട്ട ഒരു വിഷയത്തിൽ തെരുവിലിറങ്ങാനും സമരം ചെയ്യാനും ഈ രാജ്യത്തിന് വേണ്ടി നിലപാടെടുക്കാനും തയ്യാറായ ഒരു കൂട്ടം ചെറുപ്പക്കാരോടുള്ള ഐക്യദാർഢ്യം, ആ ഐക്യദാർഢ്യം കൊണ്ടാണ് ജനത അവർക്ക് പിന്തുണ കൊടുത്തത്.
അതെ മിസ്റ്റർ മനു, ഞാൻ പറഞ്ഞത് ശക്തമായ ഒരു പ്രതിപക്ഷം ഏതൊരു രാജ്യത്ത് നിന്നാണോ, ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിപക്ഷം, ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ലെങ്കിൽ ആ ഭരണപക്ഷത്തിൽ ഇരിക്കുന്നവർക്ക് തോന്നിയ പോലെ കാണിക്കാൻ തോന്നും. അത് ക്വൈറ്റ് നോർമൽ. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? ഇപ്പോൾ പ്രതിപക്ഷമായി വരുന്നവർ ചെയ്യേണ്ടത് അവരുടെ ആവശ്യം ജനുവൽ ആയിരിക്കണം. അവർ ഉന്നയിക്കുന്ന ആവശ്യം ജനങ്ങൾക്കും എല്ലാവർക്കും ഇപ്പോ ഈ ആ പാർട്ടിയിലുള്ളവർ ആവശ്യപ്പെട്ടത് ഞാൻ കൂടെ സപ്പോർട്ട് ചെയ്തല്ലോ. ഞാനും പറഞ്ഞു അദ്ദേഹം രാജിവെക്കണമെന്ന്. ഞാൻ ഇവിടെ ഇതിനു മുമ്പ് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു രാജിവെക്കണം. കാരണം ഇത്രയും കുട്ടികളുടെ ഫ്യൂച്ചറെ ബാധിക്കുന്നതാകുമ്പോൾ നമുക്ക് ഒരു കോംപ്രമൈസ് കൊടുക്കാൻ പറ്റില്ല. ദേ ആർ ദ ഫ്യൂച്ചർ. അപ്പോ നമ്മൾ ഈ ഇന്ത്യ മഹാരാജ്യം എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? നമുക്ക് നമ്മളെ രാജ്യം ഒരു ലോകത്തിലെ ഏറ്റവും നമ്പർ 1 രാജ്യമായി മാറണമെന്നും അഴിമതിയില്ലാത്ത, സ്വജനപക്ഷപാതമില്ലാത്ത ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറായ കിഡ്സിനെ നമ്മുടെ കുട്ടികൾക്ക്, അടുത്ത തലമുറയ്ക്ക് നമ്മൾ എന്തായാലും, എന്റെ ഗ്രാൻഡ് ഫാദറൊക്കെ ബ്രിട്ടീഷുകാരുടെ സ്ലേവ് ആയിരുന്നു. സോ മൈ നെക്സ്റ്റ് ജനറേഷൻ ഒരുതരം അലക്ഷിതത്വമായ ഒരു ലൈഫ് കൂടെ കടന്നുപോയി. സോ എന്നെ പോലുള്ളവർ പോകുന്നത് അബ്രോഡും അവിടെ ഇവിടെയും ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ. പക്ഷെ അടുത്ത കുട്ടികളെങ്കിലും, നമ്മുടെ അടുത്ത തലമുറകൾ ഇത് അവരുടെ സ്വന്തം രാജ്യമാണ്. ഈ രാജ്യത്ത് അവർ നന്നായി ജീവിച്ച് കഴിയാൻ വേണ്ടി സായിപ്പിന് മാത്രം ജീവിച്ചാൽ പോരാ. ഈ ലോകത്ത് നമുക്കും ജീവിക്കാനുണ്ടെന്നേ. നമുക്കും അവരെക്കാളും എല്ലാം വിളിച്ചു പറയാൻ പറ്റുന്ന പൈതൃകമുണ്ട്. പിന്നെ നമ്മളെ എല്ലാവരും ചൂഷണം ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ വ്യക്തമായി പറയുക, അത് നേടിയെടുക്കുക. പക്ഷെ കലാപം ഉണ്ടാക്കരുത്. കലാപം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. അത്തരം വെള്ളി നാണയങ്ങളെ കണ്ടെത്തി അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പൊ എത്തിനോൾ ആണെങ്കിൽ ഓക്കെ, നോക്കൂ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് കർഷകരുടെ സേവനത്തിന് വേണ്ടിയാണ്. എനിക്ക് 4 രൂപ വണ്ടി കിടപ്പുണ്ട്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പെട്രോളാണ് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്കറിയാം അതിന് കംപ്ലൈന്റ് വരുന്നുണ്ട്. സോ അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് ശക്തമായ ഒരു പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുള്ളൂ. ശ്രീ പ്രദീപ്, അവർ ആവശ്യപ്പെടുന്നത് വളരെ കൃത്യമാണ്. നിങ്ങൾ എഥനോൾ കലർത്തിയ പെട്രോൾ വിൽക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ എഥനോൾ കലർത്താത്ത ശുദ്ധമായ പെട്രോൾ കിട്ടുക എന്നുള്ളത് ഉപഭോക്താവിന്റെ അവകാശമാണ്. അതുകൂടി വിൽക്കുക. ഞങ്ങൾ തിരഞ്ഞെടുക്കാം, ഉപഭോക്താക്കൾ തിരഞ്ഞെടുക്കാം ഏത് പെട്രോൾ വേണമെന്ന്. അതാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 95 എന്നെന്തോ പറഞ്ഞത് എത്തനോൾ ഇല്ലാത്തതാണെന്ന് തോന്നുന്നത്. അതിന് 115 റുപ്പീസ്, റൈറ്റ്? അല്ല, സോറി, 125 റുപ്പീസ് എന്തോ ആണെന്ന് തോന്നുന്നു ഇപ്പോഴും. ഞാൻ മുന്നേ അടിച്ചിട്ടുണ്ട്. അത് S95ഉം 100ഉം അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് ഇന്ത്യൻ ഓയിലിൽ. എനിവേ ഞാൻ പറഞ്ഞ ജെൻസി എന്നുള്ളതല്ല, പ്രക്ഷോഭണം എന്നല്ല, പ്രതിപക്ഷം ശക്തമായിരിക്കണം, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണം, ഭരണപക്ഷത്തെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രതിപക്ഷം ശക്തമായില്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് ശക്തമായി ആളുകൾ എത്തും എന്നുള്ളതിൻ്റെ കൂടി. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ എഥനോൾ കലർത്തിയ പെട്രോൾ വിറ്റു, പക്ഷേ എഥനോൾ കലർത്താത്ത ശുദ്ധമായ പെട്രോൾ വേണം എന്നുള്ള ആവശ്യം ഒരു കൂട്ടർ ഉന്നയിക്കുന്നു? അല്ല, ആവശ്യമൊക്കെ ന്യായമാണ് കിരൺ ബാബു. പക്ഷേ ഈ CJPന്റെ ആ പ്രക്ഷോഭം പോലെയല്ല ഇത്. CJPന് 100% ന്യായമായ എല്ലാ ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകളും അംഗീകരിച്ച സമരമാണ് CJPന്റെ. അതുപോലെ ഉള്ള അംഗീകാരം ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ നാട്ടിലെ കോൺഗ്രസുകാർക്ക് ഈ പ്രതിപക്ഷത്ത് ആ ദൗത്യം ഏറ്റെടുക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.